നമസ്കാരം. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സ്റ്റാർ ഹെൽത്തിൻ്റെ 2021 ലോഞ്ചായ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസിയുടെ പ്രത്യേകതകളും അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അത്രയേറെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു പോളിസിയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി എന്ന് പറയുന്നത്. 2021 ലോഞ്ചായ ഈ പോളിസി അത്രയേറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി ഇത്രയും ഫേമസ് ആവാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഡെലിവറി എക്സ്പെൻസ് കവറിങ് ആണ്, ഇൻബിൽഡ് ആണ്. മെറ്റേണിറ്റി ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആണ്. നമ്മൾ ഒരു മറ്റുള്ള ഏതൊരു ഇൻഷുറൻസ് മേഖല എടുത്തോട്ടെ, അതിൻ്റെ അകത്ത് ഡെലിവറി എക്സ്പെൻസ് കവറിങ് ആയിരിക്കത്തില്ല. നമ്മൾ ഇൻ കേസ് ഡെലിവറി എക്സ്പെൻസ് കവറിങ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 8,000 രൂപ, 10,000 രൂപ, 12,000 രൂപ പല റേഞ്ചിൽ എമൗണ്ട് നമ്മൾ ടോട്ടൽ പ്രീമിയത്തിൽ കൂടും. അതുകൊണ്ടാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി 2021 ലോഞ്ചായി ഇപ്പോഴും പോപ്പുലറായി നിൽക്കാനുള്ള മെയിൻ റീസൺ ഇതാണ്. മെറ്റേണിറ്റി ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആണ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നോൺ മെഡിക്കൽ ഐറ്റംസ്, അതായത് കൺസ്യൂമർ ഐറ്റംസ് എല്ലാം ഇതിന് 68 ഐറ്റംസ് ഇതിൻ്റെ അകത്ത് കവറിങ് ആണ്. അതുപോലെ തന്നെ 5,000 രൂപ മെഡിക്കൽ ചെക്കപ്പിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ പോളിസികളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഒരുപാട് ഡിഫറൻസ് ആയിട്ടാണ്, അതായത് ഒരു എന്താ പറയുക, ഒരുപാട് ആനുകൂല്യങ്ങൾ ഉൾക്കൊണ്ട് വെച്ചാണ് ഈ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഈ ഡെലിവറി എക്സ്പെൻസിൻ്റെ അകത്ത് കവറിങ് ആവുമെന്ന് പറഞ്ഞല്ലോ. അതെന്ന് വെച്ചാൽ ടോട്ടൽ ഇപ്പോൾ 10 ലാഖിൻ്റെ ഒരു പോളിസിയാണ്, 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് എടുത്തേക്കണം വിചാരിക്കുക. ഈ 10 ലക്ഷത്തിൻ്റെ പോളിസിയിൽ നമുക്ക് 10% ഡെലിവറി എക്സ്പെൻസിന് കിട്ടും. അതായത് നിങ്ങൾ ഫസ്റ്റ് ഡെലിവറി 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഡെലിവറി എക്സ്പെൻസ് ഇതിനകത്ത് കവറിങ് ആവുക. അപ്പോൾ ഫസ്റ്റ് ഡെലിവറിക്ക് നമുക്ക് 1 ലക്ഷം രൂപ ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് കവറിങ് ആവും. രണ്ടാമത്തെ ഡെലിവറിക്ക് 1 ലക്ഷം രൂപ, അങ്ങനെ 2 ലക്ഷം രൂപ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് ഇതിനകത്ത് കവറിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5,000 രൂപയുടെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും നിങ്ങൾക്ക് കിട്ടും. പോളിസി എടുത്ത് 30 ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് മെഡിക്കൽ ചെക്കപ്പിനായിട്ട് നിങ്ങൾക്ക് 5,000 റുപ്പീസിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ അടുത്തുള്ള ലാബിലോ ഹോസ്പിറ്റലിലോ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ബ്ലഡ് ചെക്കപ്പോ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്പോ കാര്യങ്ങളായിട്ട് ആ ഒരു മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, നോൺ മെഡിക്കൽ ഐറ്റംസ്, കൺസ്യൂമർ ഐറ്റംസ് ഇതിൻ്റെ അത് കവറിങ് ആണ്. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലെ ട്രിപ്പ്, സൂചി, അതിനൊക്കെ തന്നെ ഈ നമ്മളെ സർജറി ഐറ്റംസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിന് ബില്ല് വരണം, നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അകത്ത് കവറിങ് ആണ്. ഒരു പൈസ പോലും നമ്മൾ അതിന് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഈ ഫുള്ള് ഈ കൺസ്യൂമർ ഐറ്റംസ് ഒന്നും കവറിങ് ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള പോളിസികളിലെല്ലാം നമുക്ക് അതെല്ലാം കവറിങ് ആയിട്ട്, പ്രത്യേകിച്ച് സ്റ്റാർ ഹെൽത്തിൻ്റെ ഈ അഷ്വർ പോളിസിയിൽ. അപ്പോൾ ഒന്ന് നമുക്ക് 5,000 രൂപ മെഡിക്കൽ ചെക്കപ്പ് 10 ലക്ഷത്തിൻ്റെ പോളിസിക്ക് എല്ലാ വർഷവും കിട്ടും. അതുപോലെ തന്നെ ഡെലിവറി എക്സ്പെൻസ് ഇതിൻ്റെ അകത്ത് 10% കവറിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റൂം റെൻറ്റ് സമ്മഷ്യൂർഡിൻ്റെ 1% ആണ് നമുക്ക് റൂം റെൻറ്റ് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിക്ക് പെർ ഡേ 10,000 വരെയുള്ള റൂം ഹോസ്പിറ്റലിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതും ഡോക്ടറെ കൺസൾട്ടേഷനും നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് പോളിസിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ട്. അതായത് നമ്മളെ സമ്മഷ്യൂർഡ് അൺലിമിറ്റഡ് ആണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും തീർന്നു പോകത്തില്ല. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പോളിസി എടുത്തു, ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ആക്സിഡൻറ്റ്, ഫ്രാക്ചർ, പാമ്പുകടി, ഷോക്ക്, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമ്മൾ പോളിസി എടുത്ത് പിറ്റേ ദിവസം തൊട്ട് കവറേജ് കിട്ടും. അഡ്മിറ്റ് ആവണ എല്ലാ അസുഖങ്ങൾക്കും 30 ഡേയ്സ്, 30 ദിവസം, ഒരു മാസം കഴിയുമ്പോൾ അതിനും കവറേജ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസ്, അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കട്ടെ, ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഒരു 10 ലക്ഷം യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നെന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും 24 മണിക്കൂർ, അതായത് ഒരു ദിവസം കഴിയുമ്പോൾ ആ എടുത്ത എമൗണ്ട് ഒരു 10 ലക്ഷമാണ്, അപ്പോൾ ഒരു 8 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് 10 ലക്ഷം അതേപടി റിട്ടേൺ തിരിച്ചു കയറും. അതായത് അൺലിമിറ്റഡ് ആണ്. ഒരിക്കലും നമ്മൾ ആ ഒരു എമൗണ്ട് തീർന്നു പോകത്തില്ല. ഇനി ഫാമിലിയിൽ ഇപ്പോൾ 4 പേരുണ്ടെന്ന് വിചാരിക്കുക, ഇതിൽ ഓരോരുത്തർക്കും 10 ലക്ഷം എത്ര തവണ വേണമെങ്കിലും ഒരു വർഷം യൂസ് ചെയ്യാൻ പറ്റും. അതായത് പോളിസിയുടെ സമ്മഷ്യൂർഡ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനുകളാണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ, ഒന്ന് നമ്മളെ റൂം റെൻറ്റ് പെർ ഡേ 10,000 വെച്ച് നമുക്ക് റൂം റെൻറ്റ് കിട്ടും. അതിനൊക്കെ 5,000 മെഡിക്കൽ ചെക്കപ്പിന് 5,000 എല്ലാ വർഷവും ഫ്രീ ആയിട്ട് കിട്ടും. ഡെലിവറി എക്സ്പെൻസിൻ്റെ അകത്ത് കവറിങ് ആണ്, അതും നമുക്ക് 2 ലക്ഷം വരെ കവറേജ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ
അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ പോളിസിയിലുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ സംരക്ഷണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാം യുനാനി, സിദ്ധ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കവറിങ് ആണ്. പിന്നെ ആംബുലൻസ് സർവീസ് ചാർജസ്, എയർ ആംബുലൻസ് അങ്ങനെയുള്ള എല്ലാം അതും ഇതിൻ്റെ അകത്ത് കവറിങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസിയിൽ കവറിങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെന്ന് വെച്ചാൽ അറിയാം, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നുണ്ട്, ഫാമിലിക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നോർമലി നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ 12,000 രൂപ ആ റേഞ്ചിൽ പല എമൗണ്ടിൽ നമുക്ക് വർഷം തോറും പ്രീമിയം അടച്ചിട്ട് മാത്രമാണ് ഒരു ഫാമിലി കവറേജ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം മാസം ചെറിയ തവണകളായിട്ട് അടച്ചിട്ട് പോളിസി എടുക്കാനായിട്ട് സാധിക്കും. അതായത് മാസം ഒരു 1,200 രൂപ 1,100 റേഞ്ചിൽ ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമെന്ന് പറയുന്നത്. അതായത് 5 ലക്ഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിന് എടുക്കണമെങ്കിൽ തന്നെ ഒരു 1,000, 1,200 ആ റേഞ്ചിൽ എമൗണ്ട് വെച്ചിട്ട് മാസം അടച്ച് വെക്കൊണ്ട് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി ആണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ പോളിസി എടുത്തു, ഒരു 1,000, 1,200 വെച്ച് മന്ത്ലി അടച്ച് വേണം, പെട്ടെന്നൊരു ക്ലെയിം വന്നു. ആ ഒരു ക്ലെയിം നിങ്ങൾക്ക് ഒരു 5 ലക്ഷം ആയിക്കോട്ടെ 10 ലക്ഷം ആയിക്കോട്ടെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം നമുക്ക് ഫുള്ള് ആ ഒരു ഇതിൽ കവറേജ് ആയിട്ട് കിട്ടും. അതായത് നമ്മളൊരു മാസത്തെ എമൗണ്ട് ആയിരിക്കും അടച്ചിട്ടുണ്ടാകും. നമുക്കൊരു 5 ലക്ഷം എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അത് കവറേജിൽ പോകും. അതുകൊണ്ട് ചിന്തിക്കാനുള്ള കാര്യം വെച്ചാൽ സാധാ EMI അല്ല, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ചെയ്യുന്ന ഒരു EMI ആണ്. അപ്പം നമുക്ക് മാസം ഒരു ഇൻഡിവിജ്വലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 499 രൂപ 500 രൂപയ്ക്ക് ഒരു മാസം വരത്തുള്ളൂ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ എടുത്തു വയ്ക്കുക. ഒരു ഫിനാൻഷ്യലി ഒരു മനുഷ്യൻ സ്റ്റേബിൾ ആണെങ്കിൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ പറ്റത്തില്ല. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഫാമിലി എടുത്തു വയ്ക്കുക. ബി സേഫ്. ഓക്കെ, താങ്ക് യു.